everyone, it's me Sabitha Charles from Poothurans. നമ്മൾ ഇന്ന് കാണുന്നത് ലിനൻ കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. നമുക്ക് മാർക്കറ്റിൽ തന്നെ ഡിഫറെന്റ് പ്രൈസിലുള്ള ലിനൻ കോട്ടൺ അവൈലബിൾ ആണ്. ഞാൻ ലിനൻ കോട്ടണിൽ തന്നെ 2-3 വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ലിനൻ കോട്ടന് കുറച്ച് പ്രത്യേകതയുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ളൊരു ഫാബ്രിക് ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലിനൻ കോട്ടണിലൊക്കെ ലൈനിങ് വെച്ച് മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തിക്കായിട്ടുള്ള ലിനൻ കോട്ടൺ ഫാബ്രിക് ആണ്. എന്ന് വെച്ചിട്ട് ഇതിങ്ങനെ പടപടാന്ന് നിൽക്കുന്ന തരത്തിലല്ല, എന്നാൽ സോഫ്റ്റുമാണ്. പക്ഷെ ലൈനിങ്ങിന്റെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ കുറച്ച് നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക്കിലാണ് ഈ ഒരു ലിനൻ കോട്ടൺ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ വീഡിയോയിൽ തന്നെ എല്ലാ റേഞ്ചിലുമുള്ള പ്രൊഡക്റ്റുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഇത് വന്നിരിക്കുന്നത് 205 ആണ് ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. എല്ലാം തന്നെ നല്ല ഡിജിറ്റൽ ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. മാത്രമല്ല നമുക്കിത് കംഫർട്ടായിട്ട് വെയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു സ്ലിറ്റഡ് പാറ്റേണിലുള്ള കുർത്തിയോ അല്ലെങ്കിൽ ഫ്രോക്ക് മോഡലിലുള്ള കുർത്തിയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടു തുടങ്ങാം ഓരോന്നോരോന്നായിട്ട്. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും ഞങ്ങൾ എങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക. നമുക്ക് കണ്ടു തുടങ്ങാം. അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ലിനൻ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമ്മൾ ഇത്ര നാളും കണ്ടതുപോലെ അങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് അല്ല, നല്ല ക്വാളിറ്റിയുള്ള വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. നമുക്കിതൊന്ന് എന്താ പറയാ ക്ലോസ് വീലും ആദ്യം ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ വലിയ ഫ്ലവർ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഞാൻ ക്ലോസ് വീലൊന്ന് കാണിച്ചു തരാം. ട്രാൻസ്പെറന്റ് അല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ, അത് ട്രാൻസ്പെറന്റ് അല്ല. പിന്നെ എല്ലാ ഫാബ്രിക്കും കോട്ടൺ ആയാലും അതുപോലെ കാംബ്രിക് ആയാലും കലങ്കാരി ആയാൽ വരെയും ലൈനിങ് ഇട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാകാം. കുറച്ചും കൂടെ അവർക്കൊരു എന്താ പറയാ കോൺഫിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ നടക്കാനായിട്ട് പറ്റുന്നത് ഈ ലൈനിങ്ങും കൂടെ വെച്ച് ചെയ്താലാണ് അവർക്ക് അങ്ങനെ വെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ലൈനിങ് വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു ഓപ്ഷൻ പറയുന്നത്. പക്ഷെ ഇതിനു മുമ്പ് ചെയ്തിരുന്നതൊക്കെ വിത്ത് ലൈനിങ്ങിൽ തന്നെയാണെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇനി ഇതിന്റെ തന്നെ ഡിഫറെന്റ് പ്രിന്റ്സും കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതിന്റെ കളർ എന്ന് പറയട്ടെ, ഗ്രേ കളറിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആൻഡ് പീച്ച് കളറിലുള്ള പ്രിന്റുകളാണ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗ്രീൻ കളറിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റുകളാണ് പോയിട്ടുള്ളത്. ഇതൊന്നും നമുക്ക് നോക്കാം. ഒരു ഗ്രീൻ കളറിൽ തന്നെ ഗ്രീനിന്റെ തന്നെ 2 ടോണാണ് പോയിരിക്കുന്നത്. നമ്മൾ വേറെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ മെറ്റീരിയലിന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ക്ലോസ് വ്യൂ ഒന്ന് കാണാം. നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫാബ്രിക് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പ്രിന്റ് ആണ്. ഒരു പീച്ച് കളറിലേക്കാണ് ഇതിന്റെ പ്രിന്റ് പോയിട്ടുള്ളത്. ഞാനതൊന്ന് കാണിച്ചു തരാം. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ പ്രൈസ് വന്നിരിക്കുന്നത് 205 പെർ മീറ്ററിലാണ്. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ്. ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ലിനൻ കോട്ടണിൽ തന്നെ പ്രിന്റിലായിട്ടുള്ള, അതായത് ഡിജിറ്റൽ പ്രിന്റിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് പിങ്ക് കളറിലാണ്. അതിനകത്ത് തന്നെ ഡിസൈൻ കുറച്ചും കൂടി ചേഞ്ച് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്നെല്ലാം തന്നെ ഡിഫറെന്റ് ഡിസൈനിലുള്ളതാണ് കണ്ടിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ 205 ആണ് ഇതിന്റെ പ്രൈസ് പെർ മീറ്റർ വന്നിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു ക്രീം കളറിനകത്ത് തന്നെ ബ്രൗണും അതുപോലെ ഒരു ഡാർക്ക് ഓറഞ്ച് കളറും അങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു കളറിൽ വന്നിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ. ഈ വലിയ ഫ്ലവർ ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ലിനൻ കോട്ടണിലാണ്. വിട്ട് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിട്ടിലാണ്. അപ്പൊ ഞാൻ പ്രൈസ് ഒന്നുകൂടെ പറയാം. നമുക്ക് മാർക്കറ്റിൽ പല പ്രൈസ് റേഞ്ചിലാണ് ഓരോ ഫാബ്രിക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ അമേരിക്കൻ ക്രേപ്പ് ആയാൽ തന്നെയും ഡിഫറെന്റ് പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെയാണ് ലിനൻ കോട്ടൺ വന്നിരിക്കുന്നതും. അതിന്റെ അടുക്കും തോറും അതായത് ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് കുറച്ചും കൂടി പ്രൈസ് കുറഞ്ഞിട്ടുള്ള ലിനൻ കോട്ടൺ കാണിച്ചിരുന്നു.
അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആയിരുന്നു. ലൈനിങ് ഇല്ലാതെ നമുക്ക് വെയർ ചെയ്യാനേ കഴിയുകയില്ല. ഇത് വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വിത്തൗട്ട് ലൈനിങ് കമ്പൽസറി ആയിട്ട് ചെയ്യണമെന്നല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളൊരു ഫാബ്രിക് തന്നെയാണ്. നമുക്ക് വിത്തൗട്ട് ലൈനിങ് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 205 പെർ മീറ്ററിലാണ്. നമ്മൾ എന്ത് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പോൾ ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ
നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ഓപ്ഷൻ കൂടി തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothurans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത്, ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8 8:30 ഉണ്ട്, 9 ഉണ്ട്, 9:30 ഉണ്ട്, 10 അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.